നിമിഷമാണ്. ഇതാ യെസ് ഉള്ളതാണോ അത് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു തെക്കേ ഗോപുരം തുറന്നു. ആ ഒരു കാഴ്ചയിലേക്ക് അത് തുറന്നിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് ആണ്. ഇനിയിപ്പോൾ ഈ ഒരു പൂര വിളംബരത്തിന്റെ നിമിഷങ്ങളാണ്. പൂര വിളംബരത്തിന്റെ നിമിഷങ്ങളാണ് ഉള്ളത്. ആ ഗജവീരൻ, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ, അതിന്റെ ശിരസിൽ എഴുന്നള്ളിക്കുന്ന നെയ്തലക്കാവിലമ്മയുടെ തിടമ്പ് പതിയെ പതിയെ മന്ദം മന്ദം ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. എറണാകുളം ശിവകുമാർ, ആ എറണാകുളം ശിവകുമാറിന്റെ ശിരസിൽ ഇതാ നെയ്തലക്കാവിലമ്മയുടെ ആ ഒരു തിടമ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തെക്കേ ഗോപുരം നട തുറന്ന് പുറത്തേക്കിറങ്ങി വരുന്നു എറണാകുളം ശിവകുമാർ. പൂരത്തിന്റെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള ആ ഒരു ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ, ആ നിമിഷങ്ങളുടെ ആ ഒരു ആർപ്പുവിളികളിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. കൊടിയേറിയ ശേഷം പൂരം തുടങ്ങുന്നു. പൂര വിളംബരം കൊടി നേരത്തെ ഏറി. ഇത് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതെ, ഇനി ഇങ്ങനെ ഇതിലൂടെ മന്ദം മന്ദം നീങ്ങാന്നൊക്കെ പറയുന്നതല്ലേ. ഇവിടെ രേണുക്ക് കാണാൻ പറ്റാത്തതിന്റെ കുറെ വിഷമമുണ്ട്. ഭാഗമായുള്ള വാദ്യമേളങ്ങൾ തുമ്പിക്കൈ ഉയർത്തി എറണാകുളം ശിവകുമാർ. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പ് ശിരസേറ്റി തുമ്പിക്കൈ ഉയർത്തി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരം നട തുറന്ന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ആർപ്പുവിളിയിലാണ് ഭക്തരുള്ളത്. പൂരത്തിന്റെ ഏറ്റവും പ്രധാന സമയങ്ങളാണ്. അതെ, വിളംബരത്തിന്റെ വിളംബരമായിരിക്കുന്നു. ഇനിയിപ്പം നാളെ പൂരമാണ്. ഇനി ഇതിന് ശേഷം ഇടയിലൂടെ ഇനിയിപ്പോ ശിവകുമാർ ഇറങ്ങി വന്ന് ഇവിടെ വന്ന് തൊഴുത് കാണിക്കും. എറണാകുളം ശിവകുമാർ തുമ്പിക്കൈ ഉയർത്തി അങ്ങേറ്റം ആവേശഭരിതമായ ഒരു കാഴ്ച. അതെ, എറണാകുളം ശിവകുമാർ ഇപ്പോൾ ജനങ്ങൾക്കിടയിലൂടെ നടത്തിക്കഴിഞ്ഞു. വിളംബരമായി. അതെ അതെ, ശ്രീമൂല സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ട് ചെറിയ തിരുത്തുണ്ട്. ശ്രീമൂല സ്ഥാനത്ത് നിന്നാണ് വരുന്നത്. ശ്രീമൂല സ്ഥാനത്ത് നിന്നാണ് വരുന്നത്. കഴിഞ്ഞു, എത്തിക്കഴിഞ്ഞു. അവിടെ പോയി ശ്രീമൂല സ്ഥാനത്ത്. അതെ, അതാ പൂരവിളംബരം നടത്തിയിരിക്കുകയാണ്. അഭിവാദ്യം അർപ്പിക്കുക എന്ന് പറഞ്ഞ ആ ഒരു ചടങ്ങുണ്ടല്ലോ. എല്ലാ കൊല്ലവും ഈ രാമന് വേണ്ടി കാത്തിരിക്കുന്ന രാമന്റെ ആ ഒരു അഭിവാദ്യം ഉയർത്തല. ഇപ്പൊ ശിവകുമാറിന്റെ അഭിവാദ്യം ഉയർത്തല. ഇനി അവസാന ദിവസമുണ്ട്. എല്ലാരും നാളെ പൂരമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. നാളെ പൂരാണ്. നാളെ പൂരാണ് വരണട്ടാ എല്ലാരും. നാളെ പൂരമാണ്, എല്ലാവരും വരണം എന്ന് വിളംബരം ചെയ്തുകൊണ്ടുള്ള ആ ഒരു നിമിഷം. ആളുകൾ ആ തുമ്പിക്കൈ ഉയർത്തി പൂരവിളംബരം കഴിഞ്ഞ് ആളുകൾ മടങ്ങുന്ന കാഴ്ച പതിയെ പതിയെ മടങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇത്രയും നേരത്തെ ഒരു കാത്തിരിപ്പിന്റെ ഒരു ഈ അച്ഛന്മാരുടെ തോളിലേറി ഇരിക്കുന്ന മക്കളെ കണ്ടു. മക്കൾ മാത്രമല്ല, അങ്ങോട്ടൊക്കെ നോക്കിയേ. അതെ, പ്രായഭേദമന്യുള്ള ആളുകൾ ഇങ്ങനെ വരുന്നു എന്നുള്ളത് ഒരു കാഴ്ച തന്നെയാണ്. ഒരുപക്ഷെ അത് ചിത്രീകരിച്ചും ഇന്ന് സോഷ്യൽ മീഡിയ ഫുള്ള് ഇതായിരിക്കും. തൃശൂർ പൂരത്തിന്റെ വൈബായിരിക്കും. എന്തായാലും നെയ്തലക്കാവിലമ്മയെ തിടമ്പിലേറ്റി കൊണ്ടുവന്ന ചിത്രങ്ങളായിരിക്കും എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം ഇന്ന് പ്രചരിക്കാൻ പോകുന്നത്. എന്തായാലും ഇന്ന് എല്ലാവരുടെയും റീലും ഒരുപക്ഷെ തൃശൂർ പൂരത്തിന്റെ ആവേശത്തിലായിരിക്കും. നമുക്ക് ആ ഒരു നേർക്കാഴ്ചയിലേക്ക് എന്തൊരു ഭംഗിയാണ്. ആ ഒരു നെയ്തലക്കാവിലമ്മയുടെ തിടമ്പ് ശിരസേറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ നേരത്തെ തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ടുള്ള ഒരു നിമിഷം. പറയൂ, നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ? അല്ലല്ല, എങ്ങനെയുണ്ട് ഈ ഒരു അവസ്ഥ? അടിപൊളി, സൂപ്പർ. എവിടെയായാലും ഇന്നേ ദിവസം ഇവിടെ വരും. തൃശ്ശൂരായിരിക്കും. എന്തായാലും ഇനിയിപ്പോ പൂര വിളംബരം ചെറുതിലെ മുതൽ മുത്തശ്ശൻ മുതൽ കൊണ്ട് കാണിച്ചു വിളംബരമായി. അങ്ങനെ ഇത്രയും കാലം ഞങ്ങളുടെ മക്കളെ ഓരോ നാട്ടിലുള്ളപ്പോഴൊക്കെ കൊണ്ട് കാണിച്ചു അല്ലേ? അതെ, എന്തായാലും ഇപ്പോഴത്തെ അത് അടുത്ത തലമുറയിലേക്ക് പകരാനുള്ള തലമുറകളായി കൈമാറി വരുന്ന പൂരം എന്ന് പറയുന്ന ഒരു ആവേശം
ദൃശ്യമാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ആളുകളെല്ലാം തന്നെ പൂരവിളംബരം കണ്ട് ആസ്വദിച്ച് ചിലരിപ്പോഴും ഇവിടെ തങ്ങി നിൽക്കുന്നു, ചിലർ മടങ്ങുന്നു. ഇപ്പോഴും കുട്ടികളെ തോളിലേറ്റി അച്ഛന്മാർ കാത്തിരിക്കുന്ന ഒരു കാഴ്ച. മകനെ തോളിലേറ്റി എത്ര നേരം ഇതുകൊണ്ട് എന്താ പേരെന്താ? ശ്രീദിക്ക്. ഓക്കെ, ആനയുടെ പ്ലക്കാർഡൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആനയുടെ ചിത്രമുള്ള പ്ലക്കാർഡൊക്കെ ഉണ്ടല്ലോ. ശ്രീദിക്ക് കണ്ടു. ശ്രീദിക്കിന്റെ ചേട്ടനുണ്ട്, എന്താ പേര്? കാർത്തിക്. നേരത്തെ ഒരു കാർത്തികിനെ കണ്ടായിരുന്നു, സാത്വിക് അല്ലേ? നേരത്തെ ഒരു കാർത്തിക് എന്ന് പറയുന്ന പയ്യനുണ്ടായിരുന്നു, അവന് ഉമ്മയൊക്കെ തന്നു. എങ്ങനെയുണ്ട് പൂര? ആദ്യമായിട്ടാണോ? അല്ലല്ലോ, എല്ലാ വർഷവും വരാണ് അല്ലേ? ആനേനെ ഇഷ്ടാണോ? ആനയെ ഇഷ്ടപ്പെടുന്ന, പൂരത്തെ ഇഷ്ടപ്പെടുന്ന തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായൊരു നിമിഷമാണ് ഇത് എന്ന് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അത്രയും മനോഹരമായൊരു നിമിഷമാണ് ഇത്. കാരണം പ്രത്യേകിച്ച് പൂരവിളംബരം നടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രധാന പൂരത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. അത് കഴിഞ്ഞ് മറ്റന്നാൾ പകൽപൂരമുണ്ട്. മാത്രമല്ല വെടിക്കെട്ടിന് കാത്തിരിക്കുന്നു, കുടമാറ്റമുണ്ട്. ഇനി മറ്റൊരു പകൽപൂരത്തിന് ശേഷം ഉപചാരം ചൊല്ലിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇരു ടീമുകളും മുഖാമുഖം വന്ന് അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞു പോകുന്ന ഒരു ചടങ്ങ്, അതും നമ്മൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതെല്ലാം തീർന്ന് പകൽ വെടിക്കെട്ടോട് കൂടിയാണ് ഈ ഒരു തൃശ്ശൂർ പൂരത്തിന് സമാപനമാകാൻ പോകുന്നത്. ഏതായാലും ഇപ്പോൾ തൃശ്ശൂർ പൂരം വിളംബരം ചെയ്തു. ഞാനിവിടെ വന്നു, നിങ്ങളെല്ലാവരും വന്നോ എന്ന രീതിയിൽ എറണാകുളം ശിവകുമാർ എത്തി പൂര വിളംബരം നടത്തി, ശിരസ് ഉയർത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് പൂര വിളംബരം നടത്തിയിരിക്കുകയാണ്. ഇനി വൈകുന്നേരം അങ്ങോട്ട് നോക്കി, അത് എന്തൊരു മനോഹരമായ കാഴ്ചയാണ് അല്ലേ? നമുക്കൊരു പൂരത്തിന്റെ ഏറ്റവും ആവേശകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈ പൂരവിളംബരത്തിന്റെ ഏറ്റവും സുന്ദരമായ കാഴ്ച എന്ന് പറയുന്നത് അതാണ്. ഒരു നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനായി എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് അതിന് പിന്നാലെ ഒരു വർണ്ണക്കുട ചൂടി അതിന്റെ പിന്നിൽ വെഞ്ചാമരം വീശിക്കൊണ്ട് ഒപ്പം തന്നെ അതിന് അകമ്പടിയായി വാദ്യമേളങ്ങൾ തകർക്കുകയാണ്. ആ മേളപ്പെരുക്കം അവിടെ തകർക്കുകയാണ്. അത് കാണാൻ ഒരു വലിയ ഒരു ജനസഹസ്രം ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. അതിന്റെ ആവേശത്തിൽ അലിയുന്നു. ഒപ്പം നമ്മളും അലിയുന്നു, കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകരും അലിയുന്നു എന്നുള്ള ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോ രക്തത്തിന്റെ ഓരോ അണുക്കളിലൂടെയും ആവേശം ഇരമ്പിയാർക്കുന്ന ഒരു നിമിഷമാണ് ഇത് എന്ന് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അത്രയും മനോഹരമായൊരു നിമിഷം. ആ നിമിഷത്തിൽ ആ കാഴ്ചകൾ, ആ കേൾവിയിലേക്ക് നമുക്കൊന്ന് തീർച്ചയായും